പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും തീരാത്ത പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള പട്ടി പ്രശ്നം എന്ന് പറയുന്നത്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും മാറില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിലേക്ക് വിശ്വാസം വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ആരോ പറയണേട്ട് അയ്യപ്പന് ശക്തിയുണ്ടെങ്കിൽ മുല്ലൂർ ഭദ്രകാളിക്ക് ശക്തിയുണ്ടെങ്കിൽ ഇതിന്റെ മറുപടി കിട്ടുമെന്ന്. അങ്ങനെയൊക്കെ വിശ്വാസങ്ങൾ വന്നു തുടങ്ങി. ഇതൊക്കെ ഒരു മാറ്റമാണ്. നിങ്ങൾ കേട്ടില്ലേ? ഇതാണ് നഗരസഭയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകള്. യജാതി അടിയാണ് BJP കൗൺസിലർ ഇടതുപക്ഷ കൗൺസിലർക്കിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ദൈവവിശ്വാസമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ദൈവവിശ്വാസത്തിലേക്ക് എത്തി എന്നൊക്കെ പറയുന്നത് ഏത് ലെവലിലേക്ക്, എത്രത്തോളം വലിയ മാറ്റമാണ് ഈ എത്തിയിട്ടുള്ളത്. നിങ്ങൾ അടുത്തതൊന്ന് കേട്ടോക്കൂ. ഇപ്പൊ തന്നെ വൈകിപ്പോയി എന്നുള്ള വളരെ വിമർശനമാണ് ഞാൻ ഈ കൗൺസിലിനകത്ത് വെക്കുന്നത്. ശരിയാണ് മേയർ, ഒരുപാട് വൈകിപ്പോയി. 45 കൊല്ലം നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരുപാട് വൈകിപ്പോയി എന്ന് തന്നെയാണ് നമ്മുടെയും പൊതുജനങ്ങളുടെ അഭിപ്രായം. ജാതി കിട്ടല ഈ പ്രതിപക്ഷത്തെ ഇടത് കൗൺസിലർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വൈകിപ്പോയി. അതെ, ഒരുപാട് വൈകി. കഴിഞ്ഞ 45 വർഷവും വൈകിപ്പോയതാണ് എന്ന് തിരുവനന്തപുരത്തെ ജനത ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ എടുത്തിപ്പോ മുന്നോട്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാലോ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ശബരിനാഥിന്റെ നേതൃത്വത്തില് തലസ്ഥാന നഗരിയില് കോമാളിത്തരവുമായിട്ട് കോൺഗ്രസ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ശബരിനാഥും കൂട്ടരും രംഗത്ത് വന്നിരുന്നത്. മാത്രമല്ല, ഇടതുപക്ഷവും തോളോട് തോള് ചേർന്ന് തന്നെ അവിശ്വാസ പ്രമേയം, അതായത് വെറും 20 ആളുള്ള കോൺഗ്രസോ അവിശ്വാസ പ്രമേയത്തിന് വേണ്ട 34 കൗൺസിലർമാരില്ലാത്ത ഇടതുപക്ഷവും ഇവർ ഒരുമിച്ചും ഇവർ ഒറ്റക്കും ഇവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് തലസ്ഥാന നഗരിയിലെ ഭരണത്തേക്കൊന്ന് അട്ടിമറിക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോ എന്തായിരിക്കും ഇപ്പൊ ഇങ്ങനെ കുരു പൊട്ടിയതുപോലെ രണ്ടു കൂട്ടരും ചാടി വീണത് എന്ന് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിലൊക്കെ ഇടതുപക്ഷ നേതാക്കന്മാർ മണ്ടക്കടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ കുറച്ച് ഭാഗങ്ങളോടുകൂടി ഇവിടെ മുന്നോട്ട് വെക്കാം. ഈ ഇടതുപക്ഷവും ഈ പറയുന്ന കോൺഗ്രസ് ഒക്കെ കരുതിയിരുന്നത് BJP തലസ്ഥാന നഗരിയിൽ ഭരണത്തിലേക്ക് എത്തി. ഓക്കെ, അതിന് ഈ 5 വർഷം അവരൊക്കെ കട്ടുപിടിച്ചതുപോലെ അങ്ങ് പോയാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അടുത്ത തവണ ഇടതുപക്ഷത്തിന് തന്നെ അധികാരത്തിലേക്ക് എത്താമെന്നൊക്കെ ആയിരുന്നു കരുതിയിരുന്നത്. അതൊക്കെ കരുതി വലിയ പരിചയമുള്ള ആളുകളാണല്ലോ ഇടതുപക്ഷമൊക്കെ, ഇവിടെ വലിയ ഭരണ മികവൊക്കെ എന്ന് അവർ സ്വയം അവകാശപ്പെടാറൊക്കെ ഉണ്ടല്ലോ. ആ അഹങ്കാരത്തിലൊക്കെ കൗൺസിൽ മീറ്റിങ്ങിലൊക്കെ എഴുന്നേറ്റ് നിന്ന് എന്ത് പറഞ്ഞാലും BJP കൗൺസിലർമാർ ഈ ജാതി അടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് സമാനതകളില്ലാത്ത രീതിയിൽ ഒരിക്കലും ഇവിടുത്തെ തെരുവുനായ ശല്യം തീരില്ല എന്ന് പറയുന്ന വിഷയത്തിൽ പോലും മേയറുടെ നേതൃത്വത്തിൽ ആ വിഷയം തീർത്തോണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ട് കുരുപൊട്ടി തന്നെയാ. ഏതായാലും പറഞ്ഞിട്ട് നേടാൻ ഈ പറയുന്ന BJPയോട് സാധിക്കില്ല എന്നറിഞ്ഞിട്ട് തിണ്ണമിടുക്കുമായിട്ടാണ് ശബരിനാഥും ഇടതുപക്ഷം കൂടിയൊക്കെ രംഗത്തെത്തിയത്. ഏതായാലും കൗൺസിൽ മീറ്റിംഗിൽ നടന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി ഞാൻ ഇവിടെ കൊടുക്കാം. എങ്ങനെയാണ് ഇടതുപക്ഷത്തിനൊക്കെ കുരു പൊട്ടാതിരിക്കുക, നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കൂ. ചില ഷെൽട്ടറുകൾ മാത്രം വെച്ചത് കൊണ്ട് ഒരു കാരണവശാലും പരിഹരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 8 വർഷം തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഷെൽട്ടറിലേക്ക് തിരുവനന്തപുരം നഗരസഭ 50 തെരുവുനായ്ക്കളെ കൊണ്ടുപോയി. അതൊരു തിരുവനന്തപുരം നഗരസഭയിൽ ശാശ്വത പരിഹാരം ഉണ്ടാവുന്ന ആയപ്പോഴേക്കും തൊട്ടടുത്ത ദിവസം കൊടിപിടിച്ച രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ബഹുമാനപ്പെട്ട ഒരു കൗൺസിൽ അംഗം തന്നെ അവിടെ കൊടിപിടിക്കാൻ പോയിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? എന്ത് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴേക്ക് കൊടിയും പിടിച്ച് ആരാ ഇവിടെ രംഗത്ത് വരാറുള്ളത്? എത്ര സുന്ദരമായ ചോദ്യമാണ് ഇദ്ദേഹം ഇടതുപക്ഷ കൗൺസിലറോട് ചോദിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തെ നഗരസഭയുടെ കൗൺസിൽ മീറ്റിംഗ് ഒക്കെ ഇജാതി അടിയാണ് ഇടതുപക്ഷം നിരന്തരം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് നേടാൻ, ജനാധിപത്യപരമായിട്ട് പറഞ്ഞിട്ട് നേടാൻ സാധിക്കാനിട്ടാണ് ഈ പറയുന്ന ശബരിനാഥിനെയും കൂട്ടുപിടിച്ച് ഇടതുപക്ഷം ഒരു അവിശ്വാസ പ്രമേയൊക്കെ ആയിട്ട് രംഗത്തെത്തിയത് എന്നുള്ളത് സകലരും തിരിച്ചറിയണം. മറ്റൊരു ഭാഗം കേട്ടോക്കൂ. ചില വീടുകളുണ്ട്, ഒരു മഴയത്ത് അത് ഇടിഞ്ഞു വീഴുമെന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാവുന്ന ചില വീടുകൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടുകളുണ്ടോന്ന് പറഞ്ഞല്ലോ. അതിന്റെ പരിഹാരമാണ് PMAY ആയിരുന്നത്. എന്തുകൊണ്ട് ചെയ്തില്ല? കേരള സർക്കാർ എന്തുകൊണ്ട് ഒപ്പിട്ടില്ല? നിങ്ങൾ കേട്ടില്ലേ? ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന വീട് എന്നൊക്കെ പറഞ്ഞ്
ഇരവാദം ഉന്നയിച്ചു വരിക. അല്ല, ഇത്രയും കാലം നഗരസഭയൊക്കെ ഭരിച്ചത് ആരായിരുന്നു? ഇടതുപക്ഷല്ലേ. ഈ ഇടതുപക്ഷ കൗൺസിലർ പറയുന്നത് കേട്ടാൽ തോന്നോ ഇത്രയും കാലം BJP ആയിരുന്നു ഭരിച്ചത്. എന്നിട്ടും BJPയോട് തന്നെ പരാതി പറയുന്നത് പോലെ ഇത്രയും കാലം കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത് ഇടതുപക്ഷം, കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷം. ഇതേ ആളുകൾ പറയാണ് കഴിഞ്ഞ 45 വർഷം കൊണ്ട് ഇടതും വലതും സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നമ്മുടെ നാട് ഭരിച്ച് മുടിച്ച് മുന്നോട്ട് പോയവരാണ് ഈ UDF LDF. എന്നിട്ട് ഇവര് തന്നെ നഗരസഭയിൽ നിന്ന് ഉളുപ്പില്ലാതെ പറയാണ് വീട് ഇടിഞ്ഞു പൊളിഞ്ഞ എജാതി ഇരവാദോ. അതിനും കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടില്ലേ? PMAY എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വീടുമായി ബന്ധപ്പെട്ട പദ്ധതിയെ ഈ പറയുന്ന ഇടതുപക്ഷം അംഗീകരിക്കാതിരുന്നത്? അതിനും ഒരു ഉത്തരവും പറയാനില്ല. ഇങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ മീറ്റിംഗിലെ അവസ്ഥ. അതായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് ഉരുളക്കുപ്പേരി പോലെ മറുപടി കിട്ടിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ പ്രശ്നവുമായിട്ട് രംഗത്തേക്ക് വരുമ്പോഴും കൃത്യമായിട്ട് മലയാളികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത്രയും കാലം ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയിട്ട് ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലേ എന്ന്. അതായത് തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ ഇത്രത്തോളമുള്ള കരുത്ത് എന്ന് പറയുന്നത് BJPയുടെ ഒപ്പമുള്ള 50 കൗൺസിലർമാർ കരുത്തുറ്റവരായതുകൊണ്ട് തന്നെയാണെന്ന് കൂടി സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ. ഇത് BJPയെ സംബന്ധിച്ച് ഒരു VV രാജേഷ് കഴിഞ്ഞാൽ മറ്റാരി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരത്തിന്റെ ആവശ്യമല്ല. ബാക്കി വരുന്ന 50 പേരും തോളോട് തോള് ചേർന്ന് കട്ടക്ക് ഇടതുപക്ഷത്തിനെതിരെ ശക്തമായിട്ട് വാദിക്കാൻ അറിയുന്നവർ തന്നെയാ. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇവിടെ VV രാജേഷ് മാത്രല്ല, പിന്നിലുള്ള 50 പേരും അതേപോലെ തന്നെ കരുത്തരാണ്. ഇപ്പൊ VV രാജേഷ് അതിന് നേതൃത്വം കൊടുക്കുന്നു. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. തലസ്ഥാന നഗരിയിലെ 51 പേരും അതികരുത്തരായിട്ടുള്ള ആളുകളാണെന്ന് കേരള ജനത കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ. അവർ കേരള ജനതയ്ക്ക് വേണ്ടിയാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഇടതുപക്ഷവും വലതുപക്ഷമൊക്കെ ഒരുപാട് വിയർക്കേണ്ടി വരും. കേരള ജനത ഒന്നടങ്കം തലസ്ഥാന നഗരിയിലേക്ക് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ സമാനതകളില്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മറ്റു മേയർമാർ ഒക്കെ ആരാണെന്നോ എന്താണെന്നോ കേരള ജനതയ്ക്ക് അറിയോ? ലളിതമായ ചോദ്യ. അപ്പൊ തന്നെ സകല ആളുകളും തിരിച്ചറിയാ VV രാജേഷ് ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി ഇന്നും തലസ്ഥാന നഗരിയിൽ കുടിവെള്ള പ്രശ്നം, അതേപോലെ തന്നെ തെരുവനായ ശല്യ പ്രശ്നം, അതേപോലെ തന്നെ വീടില്ലാത്ത പ്രശ്നം, ഇതൊക്കെ 2026 ചർച്ച ചെയ്യണമെങ്കിൽ, ചർച്ച ചെയ്യേണ്ട ഒരു ഗതികേടുണ്ടെങ്കിൽ ഇത്രയും കാലം ഈ നാടൊക്കെ ഭരിച്ച UDFും LDFും എജാതി പരാജയമാണ് എന്നുള്ളത് സകല മലയാളികളും ഒന്ന് വിവേകത്തോടു കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ.